ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. കുറേ വെൽക്കം ബാക്ക്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും ഇന്ന് തമ്പനിയിൽ കണ്ടതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് October 16. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവൾക്കൊരു ബ്രൈഡൽ ഷവർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളൊരു 10 പേരടങ്ങുന്ന ഒരു +2 ഗ്യാങ് ആയിരുന്നു. +2ലാണ് ഞാൻ അവൾ ഒരുമിച്ച് പഠിച്ചത്. ആക്ച്വലി അല്ല, ഞാനും അവളും LKG തൊട്ടേ പരിചയമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആ ഗ്യാങ് +2 ടീമാണ്. സോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ അവൈലബിൾ അല്ല. എല്ലാവരും ഓരോ ജോലി, പിന്നെ എന്താ പറയുക, ഓരോരോ സ്ഥലത്താണ് ആക്ച്വലി. ഇപ്പം ആരൊക്കെ ഇതിന് കല്യാണത്തിന് വരുന്നുണ്ടെന്ന് കൂടി എനിക്കറിയില്ല. കോൺടാക്റ്റ് ഇല്ലെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ പഴയ വൈബ് തന്നെയായിരിക്കും. സോ എല്ലാവരും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ലൈക്ക് നമ്മുടെ കല്യാണ പെണ്ണ് അത്യാവശ്യം ഈസ്തറ്റിക് ആയ ഒരാളാണ്. സോ അപ്പം ഞാനും എൻ്റെ ഒരു ചെന്നൈയിലെ ഫ്രണ്ടും കൂടിയിട്ട് ചെറിയൊരു ട്രഷർ ഹണ്ട് പോലെ പ്ലാൻ ചെയ്യാൻ വിചാരിച്ചു. അറിയില്ല ട്രഷർ ഹണ്ടൊക്കെ സെറ്റ് ആകുമോ ഇല്ലയോ. ലൈക്ക് അവളെയും കിട്ടുന്നില്ല, അവൾ ഫുൾ തിരക്കാണ്. സേവ് ദ ഡേറ്റ്, പിന്നെ മെഹന്തി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലൈക്ക് അവൾ ചെന്നൈയില്ല. എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് +2 പഠിക്കുന്നു. സോ അവളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ മിനിസോയിൽ പോയാൽ നല്ല അത്യാവശ്യം ക്യൂട്ട് ഈസ്തറ്റിക് ഐറ്റംസ് നമുക്ക് കിട്ടും. നമുക്കത് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അവിടെ കാണുന്നത്, ഇപ്പം സപ്പോസ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തമ്പനിയിൽ മനസ്സിലായിട്ടുണ്ടാവും, ലെവൻഡറാണ്. സോ ലെവൻഡർ കളർ സെലക്ട് ചെയ്തിട്ട് ലെവൻഡറുമായിട്ട് എന്ത് ബന്ധപ്പെടുന്ന ആ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും നീ അതങ്ങ് പറക്കി എടുത്തു പോകും. സോ അങ്ങനെ അവളെ ചെന്നൈയിൽ നിന്ന് കുറേ ക്യൂട്ട് ഈസ്തറ്റിക് ലെവൻഡർ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ എനിക്കാണെങ്കിൽ ഒരു കണ്ടന്റ് ആയി, പിന്നെ ഒരു മെമ്മറി ആയി. ഞങ്ങൾ എന്തായിരുന്നു അവൾക്ക് മേടിച്ചു കൊടുത്തതെന്നുള്ളൊരു മെമ്മറി പോലെയും ആയി അത്. സോ അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു ഈ വ്ളോഗിലൂടെ. സോ വാച്ച് ഇറ്റ്. സോ ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങൾ അവൾക്ക് വേണ്ടി മേടിച്ചു കൊടുത്ത മിനിസോ ലെവൻഡർ പ്രൊഡക്ട്സ്. സോ ഇത് ഓരോന്നായിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ലെവൻഡർ ഐറ്റംസ് ഓരോന്നായിട്ട് ഞാൻ റെഡിയാക്കി സൈറ്റിൽ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെട്ടാലോ. സോ എവിടെ നിന്ന് തുടങ്ങണം? ചെറുതെന്ന് പറഞ്ഞാൽ വലുതെന്ന് പറഞ്ഞാൽ ചെറുതെന്ന് പറഞ്ഞാൽ. സോ ഫസ്റ്റ് തന്നെ ഒരു നെയിൽ പോളിഷ്, മിനിസോയുടെ പ്രൊഡക്റ്റ് നെയിൽ പോളിഷ്. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഭയങ്കര കീ ചെയിൻസ്, അവൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അവൾ ചെന്നൈയിൽ നിന്ന് മിനിസോന്ന് എടുക്കുന്ന സമയത്ത് എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് കീ ചെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഇനി ആ ഒരു ലെവൻഡർ ഷെയ്ഡ് തന്നെയുള്ളൊരു ക്യൂട്ട് കീ ചെയിൻ കിട്ടി ഞങ്ങൾക്ക്. ദിസ് ഇസ് ദ കീ ചെയിൻ. എൻ്റെ എഴുതിയിട്ടുണ്ടോ? എൻ്റെ എഴുതി വായിക്കാൻ പറ്റുന്നില്ല. ടേക്ക് എ ബ്രേക്ക്. ക്യൂട്ട്, ടേക്ക് എ ബ്രേക്ക്, ക്യൂട്ട്. സോ നെക്സ്റ്റ് ജസ്റ്റ് ഒരു ബുഷ്. സോ നമുക്ക് അവരെ മിനിസോയുടെ പാക്കിങ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് സിമ്പിൾ ഒരു സ്ക്വയർ ബോക്സിൽ, ഒരു ട്രാൻസ്പെറൻറ്റ് സ്ക്വയർ ബോക്സിൽ കുറേ ബുഷ്. ഇതിൽ തന്നെ ലെവൻഡറിൻ്റെ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ലെവൻഡറിൻ്റെ ബോക്സ്. സോ നെക്സ്റ്റ് ഇസ് ദ ക്യൂട്ടല്ലേ. അതിൻ്റെ പാക്കിങ് നോക്ക്, എന്ത് രസമാണ്. എനിക്കതിൻ്റെ പാക്കിങ് തന്നെ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്ത് പോയി. സോ നെക്സ്റ്റ് വൺ ഇസ് ഡീപ്പ് ഹൈഡ്രേറ്റിംഗ് ഐ മാസ്ക്. ജസ്റ്റ് നമ്മളെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിൻ്റെ അടിയിൽ ഐ പാച്ചസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള മാസ്ക്. മോയ്സ്ചറൈസർ ഏരിയ സിമ്പിളായിട്ട് ക്യൂട്ടൊരു ഐ മാസ്ക്. സോ ദിസ് വൺ ഈസ് റീയൂസബിൾ മേക്കപ്പ് റിമൂവർ പാച്ച്. ഓക്കെ, മേക്കപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനുള്ളൊരു 1 2 3 4 5 പീസസ്. ഒരു പാക്കിൽ 5 പീസസ് ആയിട്ടുള്ള. നെക്സ്റ്റ് ഒരു ക്യൂട്ട് ബുക്ക്. നല്ലല്ലേ, പൊളിച്ചിട്ടില്ല. സോ ദിസ് ഇസ് ദാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടാണ്. ഇതിൽ ജസ്റ്റ് എത്ര പേജ്? ഓക്കെ, 32 ഷീറ്റ്സ് ഉള്ള. ഇറ്റ്സ് ആക്ച്വലി 2 ബുക്കാണ് കേട്ടോ. ഒരു ബുക്കല്ല, 2 ബുക്കുണ്ട്. ഒരു ബുക്കിൽ 32 ഷീറ്റ്സ്. ലെവൻഡർ ഷെയ്ഡ് തന്നെയാണ് ഷീറ്റിൻ്റെ കളർ. കാണുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫേഷ്യൽ മാസ്ക്. സോ ഹൈലൂറോണിക് ആസിഡിൻ്റെ ഒരു ലെവൻഡർ ഷെയ്ഡുള്ള ഫേഷ്യൽ മാസ്ക്. സോ നെക്സ്റ്റ് വൺ ബോഡി മിസ്റ്റ്. ഓക്കെ, ബോഡി മിസ്റ്റ്. എല്ലാ ലെവൻഡർ ഷെയ്ഡിലുള്ള സാധനങ്ങളും ഞങ്ങൾ പറക്കി വന്നു. നെക്സ്റ്റ് വൺ ഇതൊരു ഐ റോളറാണ്. ഓക്കെ, റോളർ മസാജ്. ഫേസിൽ റബ് ചെയ്യാനും നോട്ട് റബ്ബിങ്, റോൾ ചെയ്യാനുള്ള ഒരു റോളർ. അടുത്തത്
facial cleaning brush. So this is facial cleaning brush. ഇതിന് രണ്ട് സൈഡ് ഉണ്ട് തോന്നുന്നു. ഒന്നൊരു സ്മൂത്ത് ആയിട്ടുള്ള ബ്രിസിൽ സൈഡ് ഉണ്ട്, ഒന്ന് കുറച്ച് റഫ് ആയിട്ടുള്ള സൈഡ് ഉണ്ട്. ഫേസിന് യൂസ് ചെയ്യാൻ അറിയില്ല, ഇതിൻ്റെ യൂസ് എന്താണെന്ന് അറിയില്ല. ലെവൻഡർ ഷെയ്ഡ് മേടിച്ച് വന്ന് കുഞ്ഞ് ഒരു സ്പ്രേ ബോട്ടിൽ പോലത്തെ. ഇതിപ്പോൾ എന്താ ഹാൻഡ് വാഷ് ആണെങ്കിൽ ഹാൻഡ് വാഷ്, എന്താ വെച്ചാൽ വെറുതെ ജസ്റ്റ് വാട്ടർ ആണെങ്കിലും യൂസ് എന്താണെന്ന് അറിയില്ല, പക്ഷേ എന്ത് വേണമെങ്കിലും ലൈക്ക് യൂസ് ചെയ്യാം. സോറി ഒരു കാണുമ്പോൾ ഒരു ടോയ് പോലെ ഉണ്ടാവും. ആക്ച്വലി ദിസ് ഇസ് ഐലാഷ് കേളർ. ഓക്കെ, സോ ഇതായത് നമ്മുടെ ഐലാഷിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മെഷീൻ പോലത്തെ ഒരു സൈസ് സാധനം അല്ലേ, അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ലൈക്ക് അത് കേൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. സോ നെക്സ്റ്റ് വൺ ഇതാണ് എൻ്റെ ഇതുവരെ ഇല്ല വെച്ചിട്ട് ഫേവറേറ്റ് സാധനം. സോ ഇത് ഒരു ക്യാൻഡിലാണ്, നല്ലൊരു ലാവൻഡർ ഷെയ്ഡുള്ള ക്യാൻഡിൽ, നല്ല മണമുണ്ട്. ഓ, സോ ഇതൊക്കെ ഒന്ന് ഇത് ഞാനായിട്ട് പൊളിക്കുന്ന ശരിയല്ല. സോ അവളായിട്ട് ഇത് കൺബോക്സ് ചെയ്യട്ടെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ലാവൻഡർ ക്യാൻഡിൽ, വുഡ്ലാൻഡിൻ്റെ മിനിസും വുഡ്ലാൻഡ്. സോ നെക്സ്റ്റ് വൺ അതുപോലെ ക്യാൻഡിൽസ് തന്നെ, പക്ഷേ ഇതിൻ്റെ കവറിങ് കണ്ടപ്പം എടുത്തതാണ്. നമുക്ക് നല്ല രസമില്ലേ, ലൈക്ക് ഈ ക്യൂട്ട് ടൈയും അതിൻ്റെ കവറിങ് കണ്ടുകൊണ്ട് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ എന്താ യൂസ്, ആ ഭാവിയിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അവർ മാത്രമാക്കുമ്പോഴേക്കും ആയിക്കോട്ടെ. ഇതിലിപ്പോൾ എത്ര പീസ് ഉണ്ട് ക്യാൻഡിൽ? സോ 18 pieces of cute candles. So last but not the least, last product ആണ് മിനിസോയുടെ റീഡ് ഡിഫ്യൂസർ. സോ ഇതിൻ്റെ ഇവിടെ ഒരു ടെസ്റ്റിൻ്റെ ഒരു ഏരിയയ്ക്ക് ഉണ്ട്, ടെസ്റ്റ് ചെയ്യാം. ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. സോ ആക്ച്വലി ഇതിൻ്റെ യൂസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഫ്രഷ് വുഡി ഫ്രാഗ്രൻസ്. സോ ഐ തിങ്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റിക്ക് പോലെ ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ പിക്ചർ ഉണ്ടോ, അപ്പം ലൈക്ക് അതെന്തോ ഒരു ജാർ പോലത്തെ ഡിപ്പ് ചെയ്ത് വെക്കാനെന്ന് തോന്നുന്നു. അഗർബത്തി മോഡൽ സംതിങ് ആയിരിക്കാം. സോ എടുത്ത എന്തിനാണെന്ന് വെച്ചാൽ മെയിൻ റീസൺ കളർ ലെവൻഡർ ആയിരുന്നു എടുത്തി. അപ്പോൾ ഞങ്ങൾ ലെവൻഡർ തീമിലുള്ള എല്ലാ ഐറ്റംസും വാങ്ങിച്ചു. സോ ഇത്രയേ ഉള്ളൂ ഐറ്റംസ്, ഇത്രയൊക്കെ ഉണ്ട് അല്ലേ. സോ ഇത് നമ്മളിപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ലൈക്ക് ഹാമ്പർ പോലെ കൊടുക്കണോ, ഹാമ്പറിൽ ഫുൾ സെറ്റാക്കി കൊടുക്കണോ, അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ കൊടുക്കണമെന്ന് ഒരു പ്ലാനും ഇല്ല. ഹാമ്പർ പോലും ഞങ്ങൾ സെറ്റാക്കിയിട്ടില്ല, അതാണ് അടുത്ത ട്വിസ്റ്റ്. കല്യാണം ഇപ്പോൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ കല്യാണം കഴിയും. പക്ഷേ കല്യാണത്തിന് മുന്നേ ഞങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാമല്ലോ. റീസൺ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ട്രഷർ ഹണ്ട് പോലെ സെറ്റാക്കാമെന്ന്, ഒരു സ്ഥലം ഫിക്സ് ആക്കണം. അതിപ്പം ഒരു സ്ഥലം ഫിക്സ് ആക്കി തന്നെ അവർക്ക് എത്താൻ പറ്റുന്ന സ്ഥലമാവണം. കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്. ആക്ച്വലി നമുക്കത് പ്രോസീജ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ, ഞങ്ങളാണെങ്കിൽ കുറച്ച് ആൾക്കാരെ ഇല്ല, ഒരു 3-4 ആൾക്കാരെ ഇല്ലു. ഈ 4 ആൾക്കാർ ഫ്രണ്ട്സ് വെച്ച് ഈ ട്രഷർ ഹണ്ടൊക്കെ സെറ്റാക്കാൻ പറ്റുമോ ഒന്നും തീരുമാനിച്ചില്ല. മെയിനായിട്ടും ട്രഷർ ഹണ്ട് തന്നെയാണ് പ്ലാൻ. സോ അപ്പോൾ ട്രഷർ ഹണ്ട് ആക്കുവാണെങ്കിൽ നമ്മൾ ഈ കാണിച്ച ഇതേ പ്രൊഡക്ട്സ് തന്നെ കുഞ്ഞു കുഞ്ഞ് ബോക്സ് ആക്കി പാക്ക് ചെയ്യും. എന്നിട്ട് അത് മേ ബി ഓരോ ആളുടെ കയ്യിൽ കൊടുക്കും, ഒരു പ്ലേസ് ഫിക്സ് ചെയ്തിട്ട് അവിടെയുള്ള ആൾക്കാരുടെ കയ്യിൽ കൊടുക്കും. അല്ലെങ്കിൽ ആ എവിടെയാണോ ഓരോ സ്ഥലത്തെങ്കിലായിട്ട് നമ്മൾ വെക്കാനാണ് തീരുമാനിച്ചത്. സോ അതിന് വേണ്ടിയിട്ട് പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ പാക്ക് ചെയ്യണം, അത് ജസ്റ്റ് ഹാമ്പർ പോലെ സെറ്റാക്കണം, ഒന്നും ഞാൻ പറഞ്ഞില്ല തീരുമാനിച്ചിട്ടില്ല. സോ അതിൻ്റെ പാക്കിങ്ങിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ക്യൂട്ട് എസ്തെറ്റിക്, എല്ലാം എസ്തെറ്റിക് തന്നെ. സോ ഇതും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ട് ഈ കവറിൻ്റെ മുകളിൽ ഇങ്ങനെയാക്കി ക്യൂട്ട് സാധനമായിട്ട് ഗിഫ്റ്റ് പാക്കറ്റ്, കുട്ടി ഗിഫ്റ്റ് പാക്കറ്റ് പോലെ കൊടുക്കാനാണ് പ്ലാനുള്ളത്. സോ ഇപ്പം എൻ്റെ ഫ്രണ്ട് വരും, ചെന്നൈയിലുള്ള ഫ്രണ്ട്. സോ ഞാൻ അവൾ ക്യാമറയുടെ മുന്നിൽ വരുമെന്ന് അറിയില്ല. സോ അവൾ വന്നിട്ട് വേണം ഇതൊക്കെ പാക്കിംഗ് തുടങ്ങാം, ഗിഫ്റ്റ് റാപ്പിംഗ്. സോ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഗിഫ്റ്റ് റാപ്പിംഗ് കാണിക്കുമായിരിക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രഷർ ആൻഡ് വീഡിയോ ആയിട്ട് കാണാം. സോ ഹലോ ഗായ്സ്, എൻ്റെ ചെന്നൈ ഫ്രണ്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സോ നമ്മളിതെല്ലാം പാക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. പാക്കിംഗ് പാക്കിംഗ് ഷൈയാണ് ഗൈസ്. പല ആലോചനകൾ വന്നാലോ വീഡിയോ കണ്ടിട്ട്, ഏതാ ഈ കുട്ടീനൊക്കെ ശേഷം. സോ നമ്മൾ ഫസ്റ്റ് സാധനം എങ്ങനെയൊക്കെയോ
റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടല്ലേ. സോ അതിന് ഇപ്പം ഇത് ഇവിടെ ഐഡിയ ആണ്. ഇങ്ങനെ വെച്ച് ഇവിടെ നല്ലൊരു ക്യൂട്ട് റിബണം കൂടി കൊടുത്ത്. സോ നമ്മളെ ഫൈനൽ പാക്കിംഗ് സെറ്റ് ആയിട്ടുണ്ട്. നല്ല കിട്ടുന്ന പ്രൊഫഷണൽ പാക്കിംഗ്. നോക്കൂ, എല്ലാം കൂടി ലേഔട്ടൊക്കെ കൊടുത്തപ്പോൾ സെറ്റായില്ലേ. ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഇനി അടുത്തത് നമ്മളിത് ട്രഷറൻ്റ് സെറ്റാക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അഥവാ ട്രഷറൻ്റ് സെറ്റാക്കുവാണെങ്കിൽ ട്രഷറൻ്റ് ബ്ലോഗുമായി വരും. ബൈ.